പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സുവിശേഷത്തിൻ്റെ ഭാഗം എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇവരെ നോയമ്പിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് ഒന്നും സാധിച്ചില്ല. കാലാവസ്ഥയുടെ ഈ ചൂടുമൊക്കെ അധികരിക്കുന്നതുകൊണ്ട് ഒന്നും സാധിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ ഈ വീഡിയോകൾ കൂടുതലായിട്ട് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയും കൂടിയാണ്. അത് നമ്മൾ സുവിശേഷത്തിൽ നിങ്ങൾ പങ്കാളികളാകുകയാണ് അങ്ങനെ ചെയ്യുന്നവർ. സുവിശേഷ പ്രചരണത്തിന് കർത്താവ് ഇതാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ എല്ലാവർക്കും പോയി പ്രസംഗിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന, വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നവരെ കൊണ്ട് അവർക്ക് ഇത് കേൾക്കാനുള്ള കാണാനുള്ള അവസരം ഉണ്ടാക്കുക. അതിനുവേണ്ടി ഷെയർ ചെയ്യിച്ചു കൊടുത്ത് അവരോട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയണം. അപ്പോൾ അവർക്കിത് പതിവായിട്ട് അവരുടെ ഫോണിൽ കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് ഫോണിലുള്ളത് തന്നെ യൂട്യൂബിൽ LED TV ഒക്കെ ആണെങ്കിൽ യൂട്യൂബ് എടുക്കാം. യൂട്യൂബിൽ TV യൂട്യൂബ് എടുത്ത് എൻ്റെ ചാനല് ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നടിച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട്. അവരെ ഞാൻ ചിലത്ത് കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നത് ചിലത് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ അവർ എല്ലാം ചെയ്യുന്നു. അതുപോലെ നമുക്ക് TV കാണാം. അപ്പോൾ യൂട്യൂബ് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോണിൽ ഈ സമയത്തും കാണാം. ജോലികളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്കിത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ജോലികൾ ചെയ്യാവുന്ന ജോലികൾ, അങ്ങനെ ചെയ്യാവുന്ന ജോലികൾ. അപ്പോൾ അത് അങ്ങനെ സ്ത്രീകൾക്കും വീട്ടു ജോലി ചെയ്യുമ്പോൾ അമ്മമാർക്കും സഹോദരിമാർക്കെല്ലാം അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് പരമാവധി ശ്രമിക്കണം, മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. സുവിശേഷം എല്ലാ സ്ഥാനത്തും എല്ലാവരിലും എത്തട്ടെ. അതിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ നോയമ്പുകാല ചിന്തകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കേൾക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ കേൾക്കാത്തതായിരിക്കും ഇതിലൂടെ കേൾക്കുന്നത്. അപ്പോൾ എന്നും ഞാൻ പറയുന്നതിലെല്ലാം അങ്ങനെ ആണെന്ന് അല്ല. പല കാര്യങ്ങളും അതിൽ അങ്ങനെ കേൾക്കാത്തതായിട്ടുണ്ട്. അതിൻ്റെ ഇത് വിജ്ഞാനമൊന്നുമല്ല, എല്ലാ കഴിവൊന്നുമല്ല. ദൈവം അത് നടത്തുന്നു, പരിശുദ്ധാത്മാവ് അത് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ 41 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതായത് പത്രോസിൻ്റെ ഭവനത്തിൽ, അപ്പോൾ അത് ശിമയോനാണ്, പത്രോസ് ആകുന്നത് പിന്നീടാണ് ആ പേര് മാറുന്നത്. അപ്പോൾ ആ ശിമയോൻ്റെ വീട്ടിൽ കർത്താവ് ചെന്ന് പലരും പറഞ്ഞു, ആവേശപ്പെട്ടു. ശിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നതെന്ന് അറിയിച്ചു. അവിടെ ചെന്നു പനി സുഖമാക്കിയപ്പോൾ അവരെയൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൂക്ക പറയുന്നത്, നമ്മൾ കർത്താവിൻ്റെ ദാനം, അനുഗ്രഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം, കർത്താവിന് ശുശ്രൂഷ ചെയ്യണം. മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അത് കർത്താവിനാണ് ചെയ്യുന്നത്. അപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു എന്നാണ് അവിടെ കാണുന്നത്. അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിക്കാൻ താമസമൊന്നും വരുത്തിയില്ല. ഉടനെ നമ്മളോടൊക്കെ ആയി പറയുന്നത്, നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് ഗ്രഹിച്ച് അതിലായി കഴിയുമ്പോൾ നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ മടിക്കരുത്, മറ്റുള്ളവരോട് പറയാൻ മടിക്കരുത്. അതെല്ലാം പ്രചരിപ്പിക്കാൻ നമ്മൾ കഴിയുന്നതും ചെയ്യണതാണ് ഞാൻ പറഞ്ഞത്. ഇത് മറ്റുള്ളവരെല്ലാം എത്തിക്കണം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത 44-ാം അധ്യായത്തിൽ ഒരു 3 വാക്യങ്ങൾ സിനഗോഗിൽ പ്രസംഗിക്കുന്നു എന്നുള്ള ടൈറ്റിലിൽ കൊടുക്കുന്നു. ഈ ടൈറ്റിൽ ചിലരൊക്കെ പറയുന്നുണ്ട്, ചില വിഭാഗങ്ങൾ, ഒന്നും അറിയാൻ വയ്യാത്ത പാവങ്ങൾ
അവർ പറയുന്ന ബൈബിളിലെ ടൈറ്റിലുണ്ടോ എന്നൊക്കെ. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ഒരു എളുപ്പത്തിന് വേണ്ടി അനുവാചകർക്ക് മനസ്സിലാക്കാൻ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ അതിനു വേണ്ടി ഇന്ന ഭാഗം ഇന്നയിടത്ത് ഉണ്ട് എന്നത് അറിയിക്കാൻ വേണ്ടി ബൈബിൾ തർജ്ജമയിൽ പുതിയ എഡിഷനുകളിൽ എല്ലാം ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്ന കത്തോലിക്ക സഭയിലുണ്ട്. മറ്റുള്ളടത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലരിങ്ങനെ ചിലടത്ത് കമൻറ്റ് ഇടുന്നതും മറ്റുള്ളവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ടൈറ്റിൽ കൊടുത്ത് ബൈബിൾ പോലും മാറ്റിക്കഴിഞ്ഞാൽ അതിൽ തന്നെ മാറ്റം വരും, വള്ളിയും പുള്ളിയും മാറത്തില്ലെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ വള്ളിയും പുള്ളിയും മാറുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൻ്റെ പാഠങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുവന്ന്. ഓരോ കാലാനുസൃതമായിട്ട് അന്നത്തെ ഭാഷാശൈലിയല്ല ഇന്നത്തെ ഭാഷാശൈലി. ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലൂടെ തർജ്ജമ ചെയ്തവരുടെ അന്നത്തെ ഭാഷാശൈലിയല്ല ഇപ്പോഴും, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് 100-150 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അന്നത്തെ ഭാഷാശൈലിയല്ല ഇപ്പോഴത്തെ ഭാഷാശൈലി എന്നറിയാമല്ലോ. അതിനനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഷാശൈലി നമ്മൾ സ്വീകരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പം ബൈബിളിൻ്റെ ഉള്ളടക്കത്തിനോ ആശയങ്ങൾക്കോ ഒന്നും മാറ്റം വരത്തില്ല, വാക്കുകൾക്കും ഒന്നുമല്ല. ആ വാക്കുകൾ, ചില വാക്കുകൾ അർത്ഥസമ്പുഷ്ടമായത് ഈ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്ന വാക്കുകളായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ടൈറ്റിലിൻ്റെ കാര്യം മനസ്സിലായില്ല. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിൽ ഉണ്ട്. ബൈബിളിനെ പറ്റി ഞാനൊരു 14 പാഠങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ. അതൊക്കെ 50 മിനിറ്റ് വീതം ഉള്ളതായിരുന്നു. അത്ര ദൈർഘ്യമേറിയതായിരുന്നു. എന്താണ് ബൈബിൾ, എങ്ങനെയാണ് ഇത് രൂപം കൊണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ബാക്കി ഭാഗം 3 വാക്യങ്ങൾ 42 മുതൽ. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. കർത്താവ് എന്തിനായി വിജന സ്ഥലത്തേക്ക് പോയത്? ജനങ്ങളിൽ നിന്ന് അകന്ന്, മറ്റ് ലോകത്തിൻ്റെ ആരവങ്ങളിൽ നിന്നെല്ലാം അകന്ന് മാറി പിതാവിനോട് സംസാരിക്കാനാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, പിതാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്, കാണിച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നതാണ് സംസാരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അത് സംസാരിക്കാൻ, പിതാവുമായിട്ട് ആ ബന്ധം പുലർത്താൻ വിജന സ്ഥലത്തേക്ക് പോയി തനിച്ചിരുന്ന ഏകാന്തതയിൽ പിതാവുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന ഏതായിരുന്നു. അത് ലൂക്കയുടെ സുവിശേഷത്തിൽ എപ്പോഴും കാണാം, മിക്കവാറും കാണാം. ഓരോ സംഭവങ്ങളും കഴിയുമ്പോൾ അവൻ അവിടെ പോയി ആ മലയിൽ കയറി എന്ന് പ്രാർത്ഥിച്ചു. മലയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതേപോലെ രാത്രിയിലും ഒക്കെ ആണ് കൂടുതലും കാണുന്നത്. അവൻ അല്ലെങ്കിൽ പകലും ആളൊഴിഞ്ഞ സമയം നോക്കി കുറച്ച് കുറയുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കും. ഇവിടെ പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് ഇത് പറയുന്നത് ലൂക്ക ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ പ്രാധാന്യം. നമ്മൾ ദൈവത്തിലായിരുന്നവർ, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവർ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ദാനം സ്വീകരിച്ചവർ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ പോയി പ്രാർത്ഥിക്കാൻ, അല്ലെ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഒക്കെ ആകട്ടെന്നൊന്നും വിചാരിക്കരുത്. അതിനു വേണ്ടിയാണ് അങ്ങനെ വിജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അന്വേഷിച്ചിരുന്നത്. കാരണം അവർക്ക് ധാരാളം അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി, ധാരാളം നേട്ടങ്ങളുണ്ടായി. രോഗങ്ങൾ വിട്ടുമാറി, പിശാചി ബാധയൊക്കെ വിട്ടുമാറി, പിശാചുക്കളൊക്കെ കർത്താവിനെ, യേശുവിനെ തിരിച്ചറിഞ്ഞു കർത്താവാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട്, അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തു പോവുകയായിരുന്നു. അവരെ തള്ളിയിട്ടും കൊണ്ട് ജനങ്ങളെ വിട്ടുപോകുമ്പോൾ അവരവസാനമായിട്ട് ആ രോഗിയെ, പിശാചി ബാധിയെ തള്ളിയിടുന്നത് അതുകൊണ്ടാണ്. ചിലപ്പം ചിലർക്കൊക്കെ ഇതൊക്കെ വിഷമതകളുണ്ടായി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു, അതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ പിശാചി എന്തുകൊണ്ടാണ് തള്ളിയിടുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യർ അവരിൽ നിന്ന് പിശാചികളെ പുറത്താക്കുമ്പോൾ അവർ വീഴുന്നത്. ഇവിടെ ചിലരൊക്കെ ആ സുവിശേഷകനെ, ആ ശുശ്രൂഷകനെ അവഹേളിക്കാൻ വേണ്ടി, അവർ നിന്ദിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ അവർ അഭിനയിക്കുന്നതാണ്. ഇതൊക്കെ ബൈബിൾ വായിച്ചിട്ടാണോ അവർ ഇതൊക്കെ വലിയ വലിയ പാസ്റ്റർമാർ പറയുന്നതാണ്. അതിനു വേണ്ടി പ്രത്യേകം മെനക്കെട്ട് വീഡിയോ ചെയ്ത വലിയ വലിയ പാസ്റ്റർമാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം ആളുകൾ. അപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരിഷ്ടപ്പെടാത്തവരെ നിന്ദിക്കാനും അവഹേളിക്കാനും നിങ്ങളെക്കൊണ്ടും ചെയ്യിക്കാൻ വേണ്ടിയാണ്, നമ്മൾ കേൾക്കുന്നവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ പടച്ചു വിടുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ നിയോഗവും അല്ല, ദൈവത്തിന് വിരുദ്ധമായാണ്, സാത്താൻ്റേതാണ്. അപ്പോൾ ഗ്രീക്കിൽ നമ്മൾ
അപ്പോൾ സാത്താൻ വിട്ടുപോകുന്ന അപ്പോൾ അവരെയൊക്കെ ഇതൊക്കെ ബാധിച്ചുള്ളൂ. അപ്പം അശുദ്ധാത്മാവിൽ ദൈമോണിയ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ രോഗം വരുത്തുന്നത് അതൊക്കെ ഗ്രീക്കിൽ ഒരു ദുഷ്ടദേവൻ ദൈമോൺ എന്നാണ് ആ ഗ്രീക്ക് വാക്ക്. അപ്പോൾ ആ ദൈമോൺ രോഗം പടർത്തുന്ന ദേവൻ, അതായത് അവ കോപിക്കുമ്പോഴാണ് ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത്. നമ്മുടെ ഇവിടുത്തെ നേരെയുള്ള നമ്മളെ നാടൻ ഭാഷയിലും ജനങ്ങളും നമ്മളെ ഈ ഭാരതത്തിലുടനീളം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെയുള്ള കാലത്ത് അടുത്ത എനിക്കൊന്ന് ഒരു 50 വർഷത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ഉൾനാടുകളിലൊക്കെ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ പറയുന്നുണ്ട്, വസൂരി വന്നു കഴിഞ്ഞാൽ അമ്മൻ മുത്താണത്, അവർ അനുഗ്രഹിച്ചാണ് അല്ലേ കോപിച്ചതാണ്, അതുകൊണ്ട് അതൊക്കെ മാറ്റുന്നത്. അത് അമ്മന് വേണ്ടി അത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓതുകയും അതിനുള്ള പൂജകൾ ചെയ്യുകയൊക്കെ ചികിത്സിക്കത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അടുത്ത കാലത്തൊക്കെയാണ് അതൊക്കെ ചികിത്സകളൊക്കെ തുടങ്ങി ഒരു 50 വർഷത്തിനൊക്കെ ശേഷം. മുമ്പ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. അവർ ദൈമോൺ എന്ന ഗ്രീക്ക് ദേവൻ്റെ കോപമാണ് രോഗം വരുത്തുന്നത്, ആരോഗ്യമാക്കുന്നത്. അപ്പോൾ അവരാണ് അപ്പോൾ അതിനെ അവരുടെ ആ ചിന്തകളെ പുറത്താക്കണം. അത് അവരെ പുറത്താക്കുമ്പോൾ അതാണ് ജനങ്ങളെ തള്ളി വിട്ടുകൊണ്ട് ഒക്കെ ഓടി പോകുന്നത്. അപ്പോൾ ഒരിക്കൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർ, അനുഗ്രഹം ലഭിച്ചവർ, അതിൻ്റെ അനുഗ്രഹങ്ങൾ ദാനമായിട്ട് ലഭിച്ചവർ കർത്താവിനെ അന്വേഷിച്ച് പോകണം, വിട്ടുകളയരുത്. അല്പ ദിവസം താമസിച്ച് പോയെങ്കിൽ അന്വേഷിക്കണം. അതാണ് അവർ അന്വേഷിച്ച് അവരെ കണ്ടെത്തി തങ്ങളെ വിട്ടുപോയി തങ്ങളുടെ കൂടെ ആയിരിക്കണം എന്ന് പറയാം. അവർ പിന്നെ അപ്പോൾ ചെയ്ത കർത്താവിനെ കൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാൽ അവൻ പറഞ്ഞു, എനിക്ക് ഒരിടത്ത് തന്നെ തങ്ങി നിൽക്കാനല്ല, ഒരു സുവിശേഷകന് ഒരിടത്ത് തന്നെ അവരവിടെ തങ്ങി നിന്ന് അവരുടെ ഇത് സൽക്കാരങ്ങളും ഇതെല്ലാം സ്വീകരിച്ച് അവരുടെ കൂടെ തന്നെ അവിടെ സുഭിക്ഷമായിട്ട് കഴിയാമെന്ന് വിചാരിക്കരുത്. ഇതൊന്നും ഇല്ലാത്തിടത്തോട്ട് മറ്റുള്ളിടത്തോട്ട് പോകണം, എതിർപ്പുള്ളിടത്തോട്ട് കാണും. അതാണ് ഇന്ന് സുവിശേഷകരും പിന്നെ മിഷണറിമാരുമൊക്കെ വിദൂര സ്ഥലങ്ങളിലുമൊക്കെ പോകുന്ന എത്രയോ വൈദികരൊക്കെ വലിയ വലിയ ഉന്നത പദവികളിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നവർ, ബിസിനസ്സുകാർ, അവരൊക്കെ അതെല്ലാം കളഞ്ഞിട്ട് വൈദികരായി അച്ഛൻ പട്ടത്തിന് ആയിട്ട് അവർ പിന്നെ കത്തോലിക്ക സഭയിൽ അച്ഛൻ പട്ടണമൊക്കെ പട്ടം സ്വീകരിച്ച് അവരൊക്കെ പല ജോലികളിൽ അവർ പോകാതെ, വീണ്ടും മടങ്ങിപ്പോകാതെ, സുഖമായിട്ട് ഇടവകളിൽ കഴിഞ്ഞുകൂടാതെ കിട്ടുന്നതും കൊണ്ട് സുഖമായിട്ട് കഴിയാം എന്നുള്ള ഒന്നും ചിന്തിക്കാതെ അവരൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് മിഷൻ ഏരിയയിൽ പോകണമെന്ന് പറഞ്ഞ് പോയവരുണ്ട്. അങ്ങനെയൊക്കെ പോയി അവരൊക്കെ പ്രവർത്തിക്കുന്നു. മിഷൻ ഏരിയകൾ വടക്കേ ഇന്ത്യയിൽ ആസാം തുടങ്ങിയ സ്ഥലങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം അവർ പ്രവർത്തിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. അവർ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് മറ്റ് പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടത്. നിങ്ങളെയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ അയച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരിടത്ത് തങ്ങിയെന്നല്ലേ ചെയ്യാൻ വേണ്ടിയില്ല. ആരോഗ്യമുള്ളവർ അതിന് ദൈവത്തെ അറിയാത്ത സ്ഥലത്തോട്ട് പോകണം, ബുദ്ധിമുട്ടിടുന്ന സ്ഥലത്തോട്ട് പോകണം. ഞാൻ പലപ്പോഴും ഞാൻ അറിയാനിടയായിട്ടുണ്ട്. ടാറ്റയുടെ കമ്പനിയിലാണെന്ന് തോന്നുന്നു, ഒരു മാസം വർഷത്തിൽ 48 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നയാൾ വൈദികനായി. അത് തന്നെ നല്ലൊരു ഇളവ് കൊടുത്തപ്പോഴും സഭ കൊടുത്തപ്പോഴും കഴിയട്ടെ, എത്രയും വലിയ ഉന്നത സ്ഥാനത്തിരുന്ന യുവാവ് കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്ക് മിഷൻ സ്റ്റേഷനിൽ ഞാൻ പോയി ആസാമിലോട്ടൊക്കെ ദൈവത്തെ അറിയാത്ത ഇടത്തോട്ട് പോകും, അതാണ് താല്പര്യം. അത് പിന്നീട് ധാരാളം പേരുണ്ട്. മറ്റുള്ളവർ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കണം. മറ്റ് വിഭാഗങ്ങൾ എന്തുകൊണ്ട് കത്തോലിക്ക സഭ നിലനിൽക്കുന്നു, എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വരുന്നത്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി നേര് പഠിപ്പിക്കാതെ ആളുകളെ, പാവങ്ങളെ അവങ്ങളുടെ അനുയായികളായിട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിർത്തി കത്തോലിക്ക സഭയെ ഭർഷിച്ചും നിന്ദിച്ചും ഒക്കെ അവരെ പറയാനും വിശ്വസിപ്പിക്കാനും അവരെ പ്രേരിപ്പിക്കുന്ന കൂട്ടർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ, ലൗകിക ആവശ്യം നിങ്ങളുടെ ഉദരപൂരണത്തിന് വേണ്ടിയുള്ളതല്ല സുവിശേഷം എന്നുള്ളത് മനസ്സിലാക്കണം. കത്തോലിക്ക സഭ എങ്ങനെയാണ് ചെയ്യുന്നത്? ചിലപ്പം കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ടല്ലേ.
ഇവിടെ കുറച്ചുണ്ടെങ്കിൽ എത്രയോ അധികപ്പറ്റായിരിക്കും നിങ്ങളുടെ മറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂട്ടങ്ങൾ നടത്തുന്ന മനുഷ്യരല്ലേ സംഭവിക്കും. അത് നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം പരിഹരിക്കും. ദൈവത്തെ അറിയണം, പറഞ്ഞു വന്നുപോയതിനെ പറ്റി പശ്ചാത്തപിക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ, ശരിയായിട്ട് ചെയ്യുന്ന ശരിയായ പാതയിലൂടെ നീങ്ങുന്നവരെ കുറ്റം പറയാനും വിധിക്കാനും. അപ്പോൾ അടുത്ത കാലത്തൊക്കെ ഞാൻ കേൾക്കാനിടയായി, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പം ഇനി അഞ്ചാമത്തെ അവൻ നാലാമത്തെ, അതായത് ദൈവരാജ്യത്തെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കണം, ഇതിനകത്തൊക്കെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ നമ്മളെല്ലാം ഐക്യപ്പെട്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് പോകാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല, മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് അനുഗ്രഹമാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കണം. അതൊക്കെ അനുഭവിച്ചറിയണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അനുഭവിച്ചറിയാൻ, നിങ്ങൾ നല്ല മനസ്സോടെ ചെയ്യുമ്പോൾ, സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അത് അനുഭവിച്ചറിയാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. യൂദയായിലെ കർത്താവിനെ കൂടുതലും നിരാകരിക്കുന്നത്. ഇതുവരെ ഗലീലിയയിലാണ് ഇത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഇനി യൂദയായിലോട്ട് പോവുക, കർത്താവിനെ നിരാകരിക്കുന്നവരുടെ ഇടയിലോട്ടാണ് പോകുന്നത് കൂടുതൽ. അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളും പോകണം, നമ്മളും ചെയ്യണമെന്നാണ്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഷെയർ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ പറയട്ടെ, അതാണ് പറഞ്ഞത്. എതിർപ്പുള്ളിടത്തോട്ടാണ്, അറിയാത്തിടത്തോട്ടാണ് കൊടുക്കേണ്ടത്. 5-ാം അധ്യായത്തിൽ ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഗനേസറത്ത് തടാകം എന്ന് പറയുമ്പോൾ 25 കിലോമീറ്റർ നീളവും 15 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കിന്നരത്തിൻ്റെ ഫ്ലോട്ടിൻ്റെ ആകൃതിയാണ് തടാകത്തിൻ്റെ ഏകദേശം ഒരു രൂപം പറഞ്ഞാൽ. അപ്പോൾ അതിന് ഉള്ളതാണ് ഒരു ഭാഗം ആണെങ്കിൽ വളരെ വീതിയുള്ള 15 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഏറ്റവും വീതിയുള്ള മറ്റേ നീളം 25 കിലോമീറ്റർ മൊത്തത്തിൽ നീളമുണ്ട്. അപ്പോൾ അതിന് ഗനേസറത്ത് തടാകം, അതിനെയാണ് നമ്മൾ കടലെന്നും കടലെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ 2 വള്ളങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴിയുമായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. പത്രോസിനെയാണ് ആദ്യകാല പേരാണ് ശിമയോൻ. നമ്മൾ കർത്താവ് വിളിച്ചു, കർത്താവിൻ്റെ കൂടെ ആയി പോകുമ്പോൾ എല്ലാം പുതിയതാണ്, അവനും പുതിയതായി. അപ്പോൾ അവൻ്റെ പേരും മാറി, പുതിയൊരു പേരാണ് കർത്താവിന് കൊടുക്കുന്നതാണ്. നമ്മുടെ മാമോദീസായിലും നമ്മൾക്ക് പുതിയൊരു പേര് നമ്മൾ സ്വീകരിക്കുന്നത്, അതിന് മുൻപുള്ള പേരല്ല സ്വീകരിക്കുന്നത്. നമ്മൾ പുതിയൊരു ജന്മമാണ്. നമ്മൾ ദ്വിജന്മാരാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളായാലും എല്ലാവരും അങ്ങനെയാണ്. 2-ാം ജന്മമാണ്. നമ്മൾ ക്രിസ്തുവിൽ 2-ാം ജന്മമാണ്. ലോകത്തിൻ്റെ ആയിട്ടുള്ള ആ ജന്മം നമ്മൾ അത് ഉപേക്ഷിച്ചു. നമ്മുടെ രീതികളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് 2-ാം ജന്മത്തിലാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് ആ പേര് നമ്മൾ അതുകൊണ്ട് സ്വീകരിക്കുന്നത്. വല കഴുകിയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങൾ. കർത്താവ് ഇതെല്ലാം സംസാരിച്ച് ഇതെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ടാണ്. കർത്താവ് പിതാവ് പറഞ്ഞു കൊടുത്തിട്ടാണ്. പിതാവാണ് വെളിപ്പെടുത്തുന്നത് ആരാണ് ശിമയോന്, ആരാണ് ഇനിയും ആരാകുന്നു എന്നൊക്കെ പിതാവ് വെളിപ്പെടുത്തി. നമുക്ക് അറിയാം, കർത്താവിൻ്റെ കേസറിയ ഫിലിപ്പിയിൽ ആ പാറയിൽ പാനി ദേവൻ്റെ ആ പാറയിൽ അവിടെ നിന്നുകൊണ്ട്, വിസ്തൃതമായ പാറയിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നീ ശിമയോനല്ല, നീ ഇനിയും പത്രോസ് എന്ന് വിളിക്കപ്പെടൂ എന്ന് പറയാം. അവിടെ പേരൊക്കെ മാറ്റി ആൾ പുതിയ ആൾ. അപ്പം കർത്താവ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണെന്ന് ശിമയോൻ പറയുന്നുണ്ട്. ആരെ വെളിപ്പെടുത്തി കൊടുത്ത കർത്താവ് തന്നെ പറയുന്നത് എനിക്ക് സ്വർഗസ്വനായ പിതാവാണ്. അപ്പോൾ സഭയെ നയിക്കാൻ കർത്താവിന് ശേഷം ആരാണ് നായക സ്ഥാനത്ത് ഉള്ളത് എന്ന് പിതാവ് തന്നെയാണ് അവിടെ വെളിപ്പെടുത്തിയത് എന്ന് കർത്താവ് സ്പഷ്ടമായിട്ട് പറയുന്നു. ഈ ഭാഗമൊക്കെ നീക്കി വെച്ചിട്ടാണോ, ഇത് ഗ്രഹിക്കാഞ്ഞിട്ടാണോ, ഇത് കള്ളത്തരത്തിൽ വ്യാജമായിട്ട് വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെ അണികളെ ബോധിപ്പിച്ചുകൊണ്ടാണോ നിങ്ങൾ സഭയെ, ദൈവം സ്ഥാപിച്ച ദൈവത്തിൻ്റെ സഭയെ, കത്തോലിക്ക സഭയെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത്? അതിൻ്റെ നടത്തിപ്പുകാരിലൊക്കെ തെറ്റുകളൊക്കെ വരും. മനുഷ്യരാണ്. നിങ്ങളുടെ എത്രയോ തെറ്റ്, അതിൻ്റെയൊക്കെ ഒരംശമല്ലേ ഉള്ളൂ, ഒരംശം അല്ലേ ഉള്ളൂ. അതൊക്കെ കാണും. അതിന് ക്ഷമ ചോദിക്കാൻ തയ്യാറുമാണ്. ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എത്രയോ പ്രാവശ്യം പോപ്പ് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയല്ലല്ലോ, അതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചിലതിന് വേണ്ടി.
അല്ല അവരെല്ലാവരും തെറ്റുണ്ടായിട്ടല്ല ക്ഷമ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടം മുതൽ നിങ്ങളിത് മനസ്സിലാക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ എല്ലാ മറ്റു സുവിശേഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, ഏറ്റവും കൂടുതലായിട്ട് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത് പത്രോസിൻ്റെ ആ മൂപ്പ് സ്ഥാനം. നിങ്ങളിതൊക്കെ സുവിശേഷത്തിൽ നിന്ന് മാറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ ബൈബിള് പകർത്തി 1600 ശേഷം 700 ശേഷമാണ് നിങ്ങൾ പുതിയ ബൈബിളൊക്കെ എഴുതി ഉണ്ടാക്കി. അവിടെ ചിലത് മാറ്റേണ്ടത്, ചിലത് ക്രിസ്തു വിരോധികളായ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു വിരോധികളായ യഹൂദന്മാർ സ്വീകരിച്ചിരുന്ന ബൈബിൾ നിങ്ങൾ അവരെല്ലാം നീക്കിയിരുന്നു. അപ്പോൾ അത് നീക്കിയിട്ടുള്ളത് നിങ്ങൾ സ്വീകരിച്ചും കൊണ്ട് ഇവിടെ പുതിയ ബൈബിൾ ഇതാണെന്നും പറഞ്ഞ് അങ്ങോട്ട് തള്ളിവിടുന്ന എല്ലാവരുടെയും മുൻപിൽ. ഇതൊരു ഫോഷത്വമാണ്, ഫോഷ്കാണ്. ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റൂ, നിങ്ങൾക്ക് മനുഷ്യരെ കബളിപ്പിച്ച് കൂടെ നിർത്താൻ പറ്റും. അതുകൊണ്ട് നീക്കാൻ അവനോട് ആവശ്യപ്പെട്ട് അതിലിരുന്ന് സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ കർത്താവ് പറഞ്ഞു അവിടെ ഇന്ന് മീൻ പിടിക്കുക. കർത്താവിനറിയാം അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഞങ്ങൾ, ഇനിയും വല കഴിയൊക്കെ വൃത്തിയാക്കി വെള്ളം കരയ്ക്ക് കയറ്റിയിട്ടിട്ട് പോകാനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കുറച്ച് ആഴത്തിലോട്ട് നീക്ക്. എങ്കിലും അപ്പം പത്രോസ് ഈ കാര്യമെല്ലാം പറയുന്നു. ശിമയോൻ പറയുന്നത്, ഞങ്ങളെല്ലാം അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ അധ്വാനിക്കാം. കർത്താവ് പറഞ്ഞാൽ അതിന് മറ്റൊന്ന് ചിന്തിക്കില്ല. അവിടെ യുക്തിക്ക് സ്ഥാനമില്ല. ഇത്രയും മുഴുവൻ സമയം അധ്വാനിച്ചിട്ട് എനിക്ക് മുഴുവൻ ആ ഗനേസറത്ത് തടാകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വെള്ളവും ആഴവും അതിൻ്റെ തിട്ടകളും എല്ലാം എനിക്കറിയാവുന്നതിൽ കൂടുതൽ ഇത് കണ്ടിട്ടില്ലാത്ത ഇപ്പം ഇങ്ങോട്ട് വന്ന് പ്രസംഗിക്കുന്ന നിനക്കാണോ അറിയാവുന്നതെന്ന് കർത്താവിനോട് ചോദിച്ചില്ല. പറഞ്ഞപ്പോൾ യുക്തിക്ക് അവിടെ ചിന്തിക്കാൻ സ്ഥാനമില്ല. ദൈവകാര്യത്തിൽ യുക്തിയില്ല, യുക്തിബോധം വേണ്ട. അത് ബൈബിൾ അടിസ്ഥാനത്തിലുള്ള യുക്തിയാണ്. ഞാൻ ആരംഭകാലത്ത് തന്നെ അത് പറഞ്ഞിട്ടുള്ളൂ. ബൈബിളിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ തന്നെ, എന്തുവാണ് ബൈബിൾ എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അതാണ്. അപ്പം പറഞ്ഞു, നീ പറഞ്ഞോട്ട് ഞാൻ ചെയ്യാം. കാരണം എന്താ, അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. ഇവിടെ ലൂക്ക പത്രോസിനെ അവതരിപ്പിക്കുന്നത് കർത്താവ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ അവൻ ചെയ്യാൻ കാരണം, മറ്റു സാധാരണ പലരും ചെയ്യത്തില്ല, നമ്മളായാലും ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? കർത്താവിനെ നേരത്തെ അറിയാം. ഈ ശിമയോൻ്റെ ഭവനത്തിലാണ് ചെന്ന് അവൻ്റെ അമ്മയെ സുഖപ്പെടുത്തി. ആളുകളൊക്കെ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നു. അവിടെ വെച്ച് ഒരുപാട് ഭൂതബാധിതരെയും പിശാചിബാധിതരെയും എല്ലാം പുറത്താക്കി, ഒരുപാട് രോഗങ്ങൾ സുഖമാക്കി. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും, ഇതെല്ലാം അതിന് മുൻപ് തന്നെ പറഞ്ഞും കേട്ടുമൊക്കെ ശിമയോൻ കർത്താവിനെ അറിഞ്ഞിരുന്നു, യേശുവിനെ അറിഞ്ഞിരുന്നു. പക്ഷേ മനസ്സിൽ കൊണ്ട് നടന്നു. ഇത് എങ്ങനെ സാധിക്കും, എങ്ങനെയാണ് കർത്താവിനെ ഇനി അനുഗമിക്കുക എന്നുള്ളത്. അപ്പോൾ കർത്താവ് അതിൻ്റെ വഴി ഒരുക്കി വെച്ചു. അതിൽ ഇരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. വല ഇറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ അതിന് അനുഗ്രഹങ്ങൾ, ഫലങ്ങൾ വളരെയേറെ ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ പറഞ്ഞ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ പലർക്കും മടിയാണ്. ഷെയർ ചെയ്ത് ക്രിസ്ത്യാനികളല്ലാത്തവർക്കും എല്ലാത്തവർക്കും കൊടുത്ത് ചെയ്യുക. വളരെയേറെ ഫലങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ വലകളൊക്കെ കീറി തുടങ്ങി, വലിച്ചുകൊണ്ട് വരുന്ന മീൻ കയറിയ വലകളൊക്കെ. അപ്പോൾ അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചിട്ട് അവർ 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. കാരണം എന്താ? പാപിയാണ്. ഇത്രയും വലിയ അതിശയങ്ങൾ ഇതെല്ലാം പറഞ്ഞ ഉടനെ ഞാൻ അതുപോലെ ചെയ്തപ്പോൾ എന്തെല്ലാമാണ് സംഭവമാണ്. അസംഭവ്യമായ ഇത്രയും വർഷക്കാലം 50-55 വയസ്സുള്ള ശിമയോന് ഈ കടലിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന, ഓരോ ഇഞ്ചും ആഴങ്ങളും അറിയാവുന്ന മനുഷ്യന് പരാജയപ്പെട്ട സ്ഥാനത്ത് മുഴുവനായിട്ടന്ന് പരാജയപ്പെട്ടു, ഒന്നും കിട്ടിയില്ല. വല മാത്രമുണ്ട്, കുറേ അഴുക്കും ചെളിയും ഒക്കെ ഉണ്ട്, അതൊക്കെ കഴുകിക്കളയും. അപ്പോൾ അവിടെ വന്ന് ഒന്നും കണ്ടിട്ടില്ലാത്ത, ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത, മീൻപിടുത്തത്തെ പറ്റിയൊന്നും അറിഞ്ഞിട്ടില്ലാത്ത യേശു വന്ന് പറയുകയാണ്, നീ അവിടെ നിന്ന് ഇറങ്ങി വലയിടുക, പിടിക്കുക. അപ്പം കർത്താവിനെ പറ്റി, യേശുവിനെ പറ്റി ഒരു ചെറിയ ബോധ്യമുണ്ടായിരുന്ന
ശിമയോൻ അത് ചെയ്തു, കൂട്ടുകാരും കൂടെ അത് ചെയ്തപ്പോൾ അവർക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത അത്രയും ഒരു ക്യാച്ച്മെൻ്റാണ് അവിടെ നടന്നത്. അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും അത് അതിശയകരമായി. എപ്പോഴും പറഞ്ഞു, ഞാൻ പാപിയാണ്, എനിക്ക് നിന്നെ സ്വീകരിക്കാനുള്ള, നിൻ്റെ അടുക്കൽ വരാനുള്ള യോഗ്യതയില്ല, കാരണം ഞാൻ ഇതുവരെ നിന്നെ അറിയാൻ അതുകൊണ്ടാണ് ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് നമ്മുടെ എന്താ ലൗകിക സമ്പത്തിൽ ആശ്രയിക്കുന്ന ഈ മീൻപിടുത്ത ഇത് ആഗ്രഹിച്ചുകൊണ്ട് ഇതിനെ അറിഞ്ഞ് കൊണ്ട് നിൽക്കുന്നവൻ എപ്പോഴും കർത്താവിൽ നകലെയാണ്. അവൻ പാപത്തിലാണ്. ലൗകിക സമ്പത്തിൻ്റെ പേരിൽ, ലൗകിക നേട്ടത്തിൻ്റെ പേരിൽ അവൻ പാപി തന്നെയാണ്. അവൻ പാപത്തിലുണ്ട്. അതാണ് പറഞ്ഞത്, കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ, അതിന് ഞാൻ യോഗ്യനല്ല, കർത്താവേ എന്ന് വിളിക്കുകയാണ്. ലൂക്ക കണ്ടോ, ലൂക്ക മറ്റുള്ള സുവിശേഷരെക്കാളൊക്കെ മുൻപായിട്ട് ആദ്യമേ പത്രോസിനെ കൊണ്ട് കർത്താവേ എന്ന് യേശുവിനെ വിളിപ്പിക്കുന്ന അവനാണ് കർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം കണ്ടിട്ടാണോ നിങ്ങൾ മറ്റുള്ളവരെ, ഞാൻ എപ്പോഴും അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഈ കത്തോലിക്ക സഭയെ കുറ്റം പറയുന്നത്, പത്രോസിൻ്റെ പിൻഗാമികളാണ് ഇങ്ങോട്ട് അത് നയിക്കുന്നത്. അവിടെ ഭരണമല്ല നയിക്കുന്നത്, സേവനം ചെയ്യുന്നത്, നടത്തിക്കൊണ്ട് പോകുന്നത് ശുശ്രൂഷയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ആദ്യമായിട്ട് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത് ശിമയോൻ പത്രോസാണ്. അപ്പോൾ ഇനി അത് നമ്മൾ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവരുടെ പത്രോസിൻ്റെ കർത്താവേ എന്നുള്ള സംബോധന നമ്മൾ യേശു കർത്താവാണെന്നുള്ള ആ ബോധ്യമുണ്ടായി. നമ്മൾ ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് കർത്താവ് എന്നുള്ള ആ സംബോധന. ആരാണ് അത്? അതുപോലെ ആക്ട്സ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 36 പത്രോസാണ് പറയുന്നത്, നമ്മളെ കർത്താവ്, നിങ്ങൾ ക്രൂശിൽ തൂക്കി കൊന്ന യേശുവിനെ കർത്താവും മിശിഹായുമായി ക്രിസ്തുവാക്കി ദൈവം ഉയർപ്പിച്ചു എന്ന്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ലൂക്ക പറയുന്ന ആദ്യം മുതലേ, മറ്റുള്ളവർ വിട്ടുകളഞ്ഞത് പല ഭാഗങ്ങളും, ആദ്യം മുതലേ ദൈവം പത്രോസിനെ ഒരുക്കിക്കൊണ്ടിരുന്നു. അത് താമസിക്കുന്നു. അപ്പം ഈ നായിക സ്ഥാനത്തേക്ക് വേണ്ടി, മൂപ്പൻ സ്ഥാനത്തേക്ക്, എന്താ മറ്റുള്ളവരും എല്ലാവരും കൂടെ എന്നിട്ട് പറയുന്നുണ്ട് പാപിയാണ്. അപ്പോൾ അവർ വിസ്മയിച്ചു. അവരുടെ പങ്കുകാരായ സെബെദീപുത്രന്മാർ യാക്കോബും എല്ലാവരും വിസ്മയിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്താണ്? ഒരു ഭയന്നു പോയി. ഇതാണ് എന്ത് കഴിവുള്ള ആ മനുഷ്യനാണ്, ഇതൊരു അലൗകികമായ കാര്യമാണ്, ലൗകികതയല്ല എന്ന് മനസ്സിലായി. അവർക്ക് ഭയപ്പെടേണ്ട. നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കരകരി സർവ്വതും, ഈ വലിയ സമ്പത്ത്, മത്സ്യസമ്പത്ത്, അവർക്കുണ്ടായിരുന്ന വലകൾ ഇതെല്ലാം കളഞ്ഞിട്ട് കർത്താവിനെ അനുഗമിച്ചു. അത് എങ്ങനെയാണ് അത് അനുഗമിക്കാൻ കഴിയുന്നത്? പത്രോസിന്, ഇവർക്ക് നേരത്തെ പത്രോസിന് ഈ അറിവുണ്ട്. ഞാൻ പറയല്ലോ, മുന്നേ അറിവുണ്ട്, ഒരു മുന്നാസ്വാദനം അതിലുണ്ട്. പത്രോസിലെ ഭവനത്തിൽ വെച്ചു അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളുമൊക്കെ നടന്ന അതിശയങ്ങളെല്ലാം കണ്ട് പത്രോസിൻ്റെ സ്വന്തം ഭവനത്തിലായപ്പോൾ കൂടുതലായിട്ട് അറിഞ്ഞു, അനുഗമിച്ചു. അപ്പോൾ ഈ പത്രോസ് മൂപ്പനെ ചെയ്തത് കണ്ട് ബാക്കിയുള്ളവരും, കടൽ തീരത്തെ മൂപ്പൻ അവരുടെ സ്ഥാനം, അപ്പോൾ അത് ചെയ്തപ്പോൾ ബാക്കിയുള്ളവരും പത്രോസിനെ അനുഗമിക്കുകയാണ് കൂടുതലും. അവിടെ ഉള്ളവരും മൂപ്പൻ ചെയ്തത് ശരിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അതോടെ പോകുന്നു. അവരുടെ രീതി അതായിരുന്നു. അവർക്ക് മുന്നറിവ് ഉണ്ടായിരിക്കില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരാണ്ടോ വലിയൊരു പ്രവാചകനോ ആരാണ്ടോ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പത്രോസ് ചെയ്തപ്പോൾ ചുമ്മാതല്ല മൂപ്പൻ പറയുന്നത് ശരിയാണ് എന്നുള്ളത്, നീ ചെയ്തത് ശരിയാണ് എന്നറിയാം. പ്രിയപ്പെട്ടവർ, ഞാൻ അതിൻ്റെ ആ ഭാഗം ഇനി വിസ്തരിക്കാനുണ്ട്. കർത്താവേ എന്നുള്ള ആ സംബോധനയുടെ ഭാഗങ്ങൾ ഒക്കെ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ആ കർത്താവിൻ്റെ ശിഷ്യത്വം പറഞ്ഞ കർത്താവിനെ ഫോളോ ചെയ്യുന്ന, അനുഗമിക്കുക, എല്ലാം കളഞ്ഞ് സർവ്വമായിട്ട് അറ്റാച്ച്മെൻറ്റുകളും കഴിഞ്ഞ് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. ഏതാണ് നമ്മളെല്ലാവരും ശിഷ്യന്മാർ. അതിൻ്റെ ഒരു മാതൃകയാണ് ലൂക്ക പറയുന്നത്. അതെല്ലാം അടുത്ത വീഡിയോയിൽ
വിശദീകരിക്കാൻ നമ്മളെ സമയം പോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് പരമാവധി സുവിശേഷം പ്രചരിപ്പിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.